പ്ലീസ് ഡോക്ടർ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. മോളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. പേടിക്കണ്ട, പേടിക്കണ്ട. ഇറ്റ്സ് ഓക്കേ, ഡോണ്ട് വറി. എമർജൻസിയാ, ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യ്. ഓക്കേ സർ. Please, 2 lakhs കൗണ്ടറിൽ അടച്ചേക്ക്. ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്തേക്ക്. ക്യാഷ് എന്റെ ഹസ്ബൻഡ് കൊണ്ടുവരുന്നുണ്ട്. എന്റെ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ഒന്ന് തുടങ്ങണം. ചെയ്യാൻ കഴിയില്ല മാഡം. അങ്ങനെയെങ്കിൽ ഈ ഗോൾഡ് മുഴുവൻ എടുത്തോളൂ. ഇവിടെ ഈ ഭാഗത്ത് മുത്തൂറ്റ് ഫൈനാൻസ് ഉണ്ട്, അവിടെയാണെങ്കിൽ മണപ്പുറം ഗോൾഡ് ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം അവിടെ കൊണ്ടു കൊടുക്കൂ. ചിട്ടി, ചിട്ടി, ചിട്ടി. ഡോക്ടർ, ഡോക്ടർ, ഇതാ ഇപ്പോഴെങ്കിലും ട്രീറ്റ്മെന്റ് തുടങ്ങൂ. ഡോക്ടർ, എന്റെ കുഞ്ഞിനെ പേടിക്കണ്ടല്ല, രക്ഷിക്ക്. ഞങ്ങൾ എത്തില്ല. അയ്യോ മോളെ. സോറി അമ്മ, നിങ്ങൾ ലേറ്റ് ആയിട്ടാ കൊണ്ടുവന്നത്. ചിട്ടി, ചിട്ടി. മോളെ, 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നല്ലോ. സർ, എത്ര ചെലവായാലും സാരമില്ല, ആ കുട്ടിയെ നിങ്ങൾ എങ്ങനെയും രക്ഷിക്കണം. എങ്ങനെയാണ് സാർ മരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാ? അപ്പൊ ജീവനോടുള്ളപ്പോ എന്തിനാ കൊന്നത്? അവരോട് എന്തിനാ സാറേ സംസാരിക്കുന്നത്? കൊച്ചു കുട്ടിയാ സാറേ അവള്. മീഡിയക്കാര് വന്നു. വരൂ കുഞ്ഞിനെ സാറേ. കൊന്നവര്. എന്റെ മോളെ കൊന്നു കളഞ്ഞവര് ഈ ആശുപത്രി ചീസ് ചെയ്യണം. ഹോസ്പിറ്റലിൽ നമുക്ക് ഇല്ലാതാക്കിയേക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഇല്ലാതായി കളയാം. പക്ഷെ മരിച്ചുപോയ കുട്ടി തിരിച്ചു വരുന്ന നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ജീവൻ നമ്മുടെ കൺമുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ എത്ര ജീവനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ജീവൻ പോലെ പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് സർ? എൻ്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. അത് ഡൽഹിയിൽ കേൾപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്ങനെയാണ് സർ? EMI. അതെന്താ സംഭവം? EMI യോ? യെസ്, EMI. നമ്മളൊരു ബൈക്ക് വാങ്ങുകയാണെങ്കിൽ 1000 രൂപ കൊടുത്താൽ ബാക്കി EMI ആയിട്ട് നമുക്ക് പേ ചെയ്യാം. അതേപോലെ TV, കാറ്, ഫ്രിഡ്ജ്, AC, ഫോണ്, അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾ 1 രൂപ കെട്ടിയാൽ മതി. ബാക്കി EMI കെട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ കുറെ ഓഫർ വരുന്നുണ്ട്. ജീവനില്ലാത്ത സാധനത്തിൽ ഇത്രയും ഓഫർ വരുമ്പോൾ ജീവനോടുള്ള മനുഷ്യന്മാർക്ക് EMI ആവശ്യമാണ്. അതുണ്ടായേ പറ്റൂ. ആരോഗ്യശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി ഇല്ലേ? എൻ്റെ അടുത്തില്ല. സാറേ, ഹെൽത്ത് ഇൻഷുറൻസോ? എക്സ്പയറി ആയി എന്ന് വെച്ച ജീവൻ വിട്ടേക്കെന്നാണോ? ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഒന്ന് ജനിക്കാൻ 9 മാസം ആകുന്നു. പിന്നെ ചാവാൻ 1/2 മിനിറ്റ് മതിയോ? ഇത് കറക്റ്റ് അല്ല. ഒരു മനുഷ്യൻ ജീവന് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നിരിക്കുമ്പോൾ ഒരു വ്യത്യാസം നോക്കാതെ ഓൾ ഹോസ്പിറ്റൽസ് ആർ ഈക്വൽ ഇൻ എമർജൻസി. ആദ്യം പേയ്മെന്റ് പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പാടില്ല. ആദ്യം ട്രീറ്റ്മെന്റ് പിന്നെ പേയ്മെന്റ്. അതൊരു റിക്ഷാക്കാരനാണെങ്കിൽ 20 വർഷത്തേക്ക് EMI പേ ചെയ്യാൻ പോകുന്നു. അതേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ 2 വർഷം EMI കെട്ടാൻ പോകുന്നു. എത്രയോ ജിയോകൾ പാസ് ചെയ്തു. ഈ ജിയോ പാസ് ചെയ്യാൻ പറ്റില്ലേ? രക്ഷിക്കാം. ഇതുപോലെ കുറെ ജീവനുകൾ നമുക്ക് രക്ഷിക്കാം. താജ്മഹൽ കിട്ടിയ ഷാജഹാൻ, ഗോൾഡ് കൊണ്ട കിട്ടിയ കുതുബ് ഷാ മാത്രമല്ല മഹാൻ, ടാക്സ് കിട്ടുന്ന ജനങ്ങളും മഹാന്മാരാണ്. EMI കോൺസെപ്റ്റ് കൊള്ളാം സാറേ. ജിയോ പാസ് ചെയ്തില്ലെങ്കിൽ അസംബ്ലിയുടെ മുമ്പിൽ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ സാറേ? മീഡിയയുടെ പവർ എന്താന്ന് ഞങ്ങൾ കാണിക്കാം സാർ. യൂത്ത് അയക്കണോ? ഇവനല്ലേ ക്യാരക്ടർ ഇല്ല എന്ന് പറഞ്ഞത്? ഇവന് ഇത്ര നല്ല ക്യാരക്ടർ ആയിരുന്നു. മോളെ, ചെറുക്കൻ ഫിക്സ് ആയി കേട്ടോ. അങ്ങനെയാണോ? അതെ മോളെ, ചെറുക്കൻ സാധാരണപ്പെട്ടവനല്ല, പുലിയാണ് മോളെ. ആശുപത്രി തന്നെ ഇളകി മറിഞ്ഞില്ലേ? അപ്പോ ചേട്ടൻ ഫിക്സ് ആയല്ലേ? ചെറുക്കൻ ഫിക്സ് ആയി.